നോബൽ മാരിക്കാൻ ഇപ്പോൾ നിൽക്കുന്നത് ബാരാമുള്ള ജില്ലയിലെ ഉറിയിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ ഝലം നദി കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഝലം നദിയിൽ നീരൊഴുക്ക് നിയന്ത്രണത്തിലാണ്. നോബലുണ്ട്. നോബൽ, ഗുഡ് മോർണിംഗ് നോബൽ. ഒരിക്കൽ കൂടി നമുക്ക് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന, ഉറിയിൽ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ ഇതാണ്. പലയിടങ്ങളിലും ഏറ്റുമുട്ടൽ തുടരുന്നു എന്നൊരു വാർത്ത കൂടിയുണ്ട്. ഇന്നലെ രാത്രിയിലും പാകിസ്ഥാൻ പ്രകോപനം സൃഷ്ടിച്ചു. പല അതിർത്തികളിലും പല സെക്ടറുകളിലും വെടിവെപ്പുണ്ടായി എന്നാണ് അറിയാൻ കഴിയുന്നത്. ഉറിയിൽ നിന്നും ബാരാമുള്ളയിൽ നിന്നും നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ എന്താണ് നോബൽ? അരുൺ, ബാരാമുള്ളയിലെ ഉറിയിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ഇത് ഉറിയിലെ ഒരു സിറ്റിയാണ്. ഉറിയിലെ പ്രധാന സിറ്റി എന്ന് വേണം ഇതിനെ പറയാൻ. വലിയ സിറ്റി ഒന്നുമല്ല, പക്ഷേ എങ്കിൽ പോലും അത്യാവശ്യം ആളുകളോ തിരക്കുള്ള ഒരു സിറ്റിയാണ് ഉറി സിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അത്യാവശ്യം ആളുകൾക്ക് രാവിലെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ മറ്റ് ആവശ്യങ്ങൾക്കൊപ്പം സ്കൂളിൽ പോകുന്ന കുട്ടികളെയൊക്കെ നമുക്ക് എന്താണെങ്കിലും രാവിലെ കാണാൻ കഴിഞ്ഞു. അത്തരത്തിൽ ഉറി സിറ്റി രാവിലെ തന്നെ സജീവമാണ് എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ജലനദിയിലെ വെള്ളം കഴിഞ്ഞ ദിവസം തുറന്നുവിട്ടതുമായി ബന്ധപ്പെട്ടാണ് വലിയ ആരോപണങ്ങൾ പാകിസ്ഥാൻ്റെ ഭാഗത്ത് ഉണ്ടായത്. ജലനദിയിലെ വെള്ളം കൃത്യമായി മുന്നറിയിപ്പില്ലാതെ തുറന്നുവിട്ടത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയെന്നാണ് അന്ന് ആരോപണമായി ഉയർന്നത്. എന്താണെങ്കിലും ഇന്നിപ്പോൾ അത് തുറന്നുവിട്ടിട്ട് ഏറെക്കുറെ 24 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഇപ്പോൾ ജലനിരപ്പ് അത്ര ഉയർന്ന നിലയിൽ നമുക്ക് എന്തായാലും കാണാൻ കഴിയുന്നില്ല. നമ്മൾ രാവിലെ റിപ്പോർട്ട് ചെയ്തപ്പോൾ ജലനിരപ്പ് നമ്മൾ കാണിച്ചതാണ്. വലിയ പ്രതിസന്ധിയുള്ള ജലനിരപ്പല്ല നമുക്ക് രാവിലെ കാണാൻ കഴിഞ്ഞത്. എന്താണെങ്കിലും ആ സാഹചര്യം, അതായത് വെള്ളപ്പൊക്കം എന്നൊരു സാഹചര്യം മാറിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. ഇന്നലെ ഇത്തരത്തിൽ ഈ വെള്ളം തുറന്നുവിട്ടതിന് പിന്നാലെ പാക് അധീന കശ്മീരിലെ ഹത്തിയാൻപാറ ജില്ല അടക്കം വെള്ളത്തിൽ മുങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ആളുകളെ അടക്കം മാറ്റിപ്പാർപ്പിച്ചു എന്നാണ് അവിടെ നിന്ന് റിപ്പോർട്ട് വരുന്നത്. ഇന്നിപ്പോൾ നിലവിൽ അവിടുത്തെ സാഹചര്യം സാധാരണയിലേക്ക് മടങ്ങുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷേ ഇനിയും സമാനമായി തന്നെ ഇന്ത്യ വെള്ളം തുറന്നുവിടാനുള്ള സാധ്യതയുണ്ട്. കാരണം ആ ജലനദി കരാർ ഇപ്പോൾ നിലവിൽ ഇല്ല. അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ പിന്മാറിയിരിക്കുന്നു. ആ പശ്ചാത്തലത്തിൽ ഇനിയിപ്പോൾ മുൻകൂട്ടി കൃത്യമായ മുന്നറിയിപ്പില്ലാതെ, പ്രത്യേകിച്ച് ഇന്നലെ ഈ ഡാം തുറന്നുവിടുമ്പോൾ ഒരു സൈറൻ മുഴങ്ങിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. മറ്റ് നിർദ്ദേശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നറിയുന്നു. സ്വാഭാവികമായും ഇനിയും അതേ നടപടി തന്നെയായിരിക്കും ഒരു ഇന്ത്യയുടെ ഭാഗത്ത് സാധ്യതയുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്താണെങ്കിലും ഉറിയിൽ ഒപ്പം ബാരാമുള്ള ജില്ലയിൽ ഇന്നിപ്പോൾ നിലവിൽ ഇതുവരെ സ്ഥിതിഗതികൾ സാധാരണ നിലയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം മറ്റു തരത്തിലുള്ള ആക്രമണങ്ങളോ അല്ലെങ്കിൽ മറ്റ് ഏറ്റുമുട്ടലോ ഒന്നും ഇന്നിപ്പോൾ റിപ്പോർട്ട് ചെയ്തില്ല. പക്ഷേ എല്ലായിടത്തും വലിയ സുരക്ഷ ഒരുക്കിക്കൊണ്ട് സുരക്ഷാ സേന സജീവമായി തന്നെ രംഗത്ത് ഉണ്ട്. എപ്പോഴും പ്രത്യേകിച്ച് ഉറിയെ സംബന്ധിച്ചും ബാരാമുള്ളയെ സംബന്ധിച്ചും നിരന്തരം ഏറ്റുമുട്ടലുകൾ ഉണ്ടാകാറുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ കടുത്ത ജാഗ്രത ഇവിടെ പുലർത്തുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഉറി ഡാം ഏറ്റവും തന്ത്രപ്രധാനപ്പെട്ട ഒരിടമായി മാറിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യമാണ്. കാരണം ഈ സിന്ധു ജലനദി കരാർ റദ്ദാക്കിയതിന് പിന്നാലെ ഉറി ഡാമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളിൽ ഒന്ന് ഈ പ്രദേശത്ത്. പ്രത്യേകിച്ച് ഇന്ത്യ നിയന്ത്രിക്കുന്ന ഡാം കൂടി ആയതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നിരന്തരം ഈ വെള്ളം തുറന്നു വിടുകയാണെങ്കിൽ അവിടെ വലിയ പ്രതിസന്ധി ഉണ്ടാകും. അതുമാത്രമല്ല, വെള്ളം ഒരു നിയന്ത്രണമില്ലാതെ തുറന്നുവിട്ടാലും അത് അവർക്ക് വലിയ തരത്തിൽ പ്രതിസന്ധിയുള്ള സാഹചര്യമുണ്ട്. ആ പശ്ചാത്തലത്തിൽ എന്താണെങ്കിലും ഉറി ഡാം ഒരു നിർണായക ഘടകമാണ്. അതിൻ്റെ സുരക്ഷ ഇപ്പോൾ സൈന്യം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, നോബൽ മാരിക്കാരനാണ് ബാരാമുള്ള ജില്ലയിലെ ഉറിയിൽ നിന്നും തത്സമയം വിവരങ്ങൾ നൽകിയത്. അവിടെ